വെൽക്കം ബാക്ക് ടു മിമിറക്കിൾ. അപ്പോൾ ഇന്ന് നമ്മളൊരു മൂവിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാഴ 2 മൂവിക്കാണ് പോകുന്നത്. 9 മണിയത്തെ ഷോക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. സോ ഞാൻ ഇന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ആൻഡ് നൗ ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ എൻ്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് മിററിൻ്റെ മുന്നിൽ ആണ് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മിററിൻ്റെ മുന്നിൽ നിന്ന് മേക്കപ്പ് ചെയ്യാം. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ കോമ്പാക്ട് പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു മേക്കപ്പ് കിറ്റാണ് ഞാൻ കൂടുതലും മേക്കപ്പ് ചെയ്യാറുള്ളത്. കാരണം ഇതിലാണ് കോമ്പാക്ട് പൗഡർ ഉള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് നല്ല ബ്രൈറ്റ് കളേഴ്സാണ് ഇഷ്ടം. ഇതിലാണ് ആ ബ്രൈറ്റ് കളേഴ്സ് ഉള്ളൂ. ഫസ്റ്റ് മിററിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോൺ വെച്ചപ്പോൾ അത്ര ഒരു സുഖമല്ല, ഒരു വൃത്തിയിൽ കിട്ടണില്ല. അപ്പോൾ ഞാൻ നേരെ കണ്ണാടി ഒന്നില്ലെങ്കിൽ ഒരു കണ്ണാടി പോലത്തെ ഒരു സംഭവം ഫോണിലുണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഫോണിൽ നോക്കി ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ കോമ്പാക്ട് പൗഡർ കഴുത്തിലൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഞാൻ ഐ ഷാഡോയ്ക്ക് വേറൊരു പാലറ്റാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൽ തന്നെ ഉണ്ട് ഒരു 38 അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട്. ആ ഒരു കണക്കിൽ ഇത്ര ഐ ഷാഡോസ് ഉണ്ട്. അതിലെനിക്ക് കൂടുതലും ഇഷ്ടം ന്യൂഡ് ഷെയ്ഡ്സ് ആണ്. ഒന്നും കാണാമല്ലോ ശരിയോ. എന്തിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ഇതിനപ്പുറത്തെ മിററിലും നോക്കി നോക്കട്ടെ കേട്ടോ. കുഴപ്പമില്ല. ഇത് നട്ട് ഒന്നും കാണാമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഐലൈനർ ഞാൻ ഇട്ടിട്ടില്ല. ഒരു സിമ്പിൾ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഐലൈനർ ഇടാൻ തന്നെ എനിക്ക് എങ്ങനെ ഇടാന്ന് അറിയില്ല. എനിക്ക് ഐലൈനർ ഇടണമെന്നുണ്ട് ഒരു വൃത്തിയില്ല കാണുമ്പോൾ. അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ഐലൈനർ മിററിൽ നോക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു അളവിൽ ഐലൈനർ കൊണ്ടാണ് കുറച്ചുകൂടി ഇഷ്ടം. ആൻഡ് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു ബ്രൈറ്റ് കളറ് കുറച്ച് നല്ല ഇഷ്ടമുണ്ട് ഈ കളറ്. ഞാൻ കുറേ നാളായിട്ട് ഈ കളർ തന്നെയാണ് ഇടാറുള്ളത്. ഞാനിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യാറുള്ളത്. ഓക്കെ. ഓക്കെ ഐക്കസ്. ആൻറ്റിൽ കുറച്ച് ലിപ് ബാം ഇട്ടാലാണ് ശരിയാവുള്ളൂ. എന്ത് കൂടാല്ലേ ഗൈസ്. കുറച്ച് നേരമായപ്പോഴേക്ക് ഞാൻ വേർത്തു. ഇനി നമുക്ക് മുടി എങ്ങനെയൊക്കെ സെറ്റാക്കാം. മുടി എനിക്ക് കുറേ നേരം പിടിക്കും സെറ്റാക്കാൻ. അതുകൊണ്ട് ഞാൻ പോയിട്ട് സെറ്റാക്കിയിട്ട് വരാം. ഗൈസ് ഞാൻ മുടി സെറ്റാക്കിയിട്ടുണ്ട് ഉള്ളൂ. ഇനി കുറച്ച് ആസ്തറ്റിക് ആക്കാൻ ഈ ഒരു ക്ലിപ്പ് ഇടാം. ഓക്കെ തോന്നുന്നു. നല്ല ടൈറ്റൊക്കെ പോയി മാത്രം. അപ്പോൾ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ദെൻ നമുക്ക് ലുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കുഴപ്പമില്ലാതെ തോന്നുന്നു. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതലും എൻ്റെ ഇഷ്ടപ്പെട്ടൊരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ കഷ്ടപ്പെട്ട് അവസാനം ഒരു സിമ്പിൾ മേക്കപ്പ് കിട്ടണം. അതാണ് എനിക്കിഷ്ടമുള്ള പോലത്തെ ഒരു മേക്കപ്പ്. അപ്പം ഇനി അധികം വേഗം നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഓൾപ്പോൾ ഞാൻ വാഴ കണ്ടിട്ട് വരാം. എന്നിട്ട് വാഴ എങ്ങനെയുണ്ടെന്ന് പറയാം.